يهدي من يشاء إلى صراط مستقيم. ലഖദ് അൻസൽന ഖദ് ഉച്ചരിക്കുമ്പോൾ ഓഡിയോക്കെ റെഡിയാണ്. ഖദ് ഉച്ചരിക്കുമ്പോൾ കുത്തുബ് ജദിൽ പെട്ടതാണ്. അപ്പം എന്ത് ചെയ്യണം? ഒരല്പം ശിദ്ധത്തോടു കൂടി ഓതണം. ലഖദ്. പിന്നെ അൻസൽന നൂനിന് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫ ചെയ്യണം. നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. എത്ര കതിർ നീട്ടണം? 4 to 6 നീട്ടണം. അപ്പോൾ അൻസൽന ആയാത്തിൻ ആയാത്തിൻ എന്നുള്ള കസർ തൻവീൻ എന്ത് ചെയ്യണം? മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? ആയാത്തിൻ മുബയ്യിനാത്തിൻ. പിന്നെ മുബയ്യിനാത്തിൻ എന്നുള്ള കസർ തൻവീനെ അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. മുബയ്യിനാത്ത്. പിന്നെ നിങ്ങൾ കൂട്ടി ഓതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മുബയ്യിനാത്തിൻ വല്ലാഹു. അവിടെ ആ ബാബിലേക്ക് ഇദ്ഗാം ചെയ്യണം. പക്ഷേ അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് നല്ലത്. പിന്നെ വല്ലാഹു എന്ന് ഓതുമ്പോൾ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, കാരണം വസിലിൻ്റെ അംസയാണ്. യഹ്ദി മൻ യഷ. യഹ്ദി 2 കതിർ നീട്ടുക. മൻ എന്നുള്ള പിന്നെ സാക്കിനായ നൂനിനെ യാവിലേക്ക് ഇദ്ഗാം ചെയ്യുക, ഉന്നത്തും ചെയ്യുക. അപ്പോൾ എങ്ങനെ ഓതണം? മൻ യഷാ. യഷാ നീട്ടണം. എത്ര? 4 to 6. കാരണം മദ്ദു മുത്തസിൽ. പിന്നെ ഇലാ ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഇലാ സിറാത്തിം. അവിടെ കസർ തൻവീൻ എന്ത് ചെയ്യണം? മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പോൾ സിറാത്തിം മുസ്തഖീം. മുസ്തഖീം നമ്മൾ വഖഫ് ചെയ്യണത് കൊണ്ട് എന്ത് ചെയ്യണം? 4 to 6 കതിർ നീട്ടണം. ആയത്ത് എല്ലാവരും കൂടി ഒന്ന് ഓതി വയ്ക്കാൻ ഉറക്കെ. എന്തെങ്കിലും തജ്വീദ് ഡൗട്ട് ഉണ്ടോ? എന്തും ചോദിക്കാം. നല്ല അർത്ഥം പറഞ്ഞോളി. ലഖദ് തീർച്ചയായും ഉണ്ട്, അല്ലേ? അൻസൽന നാം അവതരിപ്പിച്ചിട്ടുണ്ട്. ആയാത്തിൻ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ. മുബയ്യിനാത്തിൻ ഒരർത്ഥം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ, അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങളെ. മറ്റൊരർത്ഥം വ്യക്തമാക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ വിശദീകരിക്കുമ്പോൾ അറിയാം. പിന്നെ വല്ലാഹു അള്ളാഹു എത്ര? യഹ്ദി വഴി കാണിക്കുന്നു. മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇലാ സിറാത്തിൻ മുസ്തഖീം ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതപ്പോൾ നമുക്ക് കിട്ടാത്ത പദങ്ങളൊന്നുമില്ല ഉണ്ടോ? ഒന്നുമില്ല. ആദ്യത്തത് ലഖദ് അൻസൽന. ലഖദ് എന്തിനാണ് വരുന്നത്? ഖദ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഖദ് മാദിയായ ഫെയിലിൻ്റെ മുമ്പിൽ ഉപയോഗിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ ഉപയോഗിച്ചാൽ വേറെ അർത്ഥമാണ്. ഇവിടെ അൻസല എന്നത് മാദിയായ ഫീലാണ്. അപ്പം മാദിയായ ഫീലിൻ്റെ മുമ്പിൽ ഖദ് ഉപയോഗിച്ചാൽ തഹ്കീക്കിൻ്റെ അർത്ഥം കിട്ടുന്ന. തഹ്കീക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ടും യാതൊരു സംശയമില്ല എന്ന് പറയാനാണ് ഖദ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അൻസൽന നാം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നാം അവതരിപ്പിച്ചു എന്ന് അള്ളാഹു പറഞ്ഞത്. അതിൽ വേറെ ആർക്കും പങ്കില്ല എന്ന് കാണിക്കാനാണ് നാം എന്ന് പറയുന്നത്. അപ്പോൾ നാം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ കുറേ അള്ളാഹു ഉണ്ടോ? ഇല്ലേ? ആർക്കൊന്നും പറയല്ല.
ഞാൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അള്ളാഹ്ക്ക്? എന്തിനാ അള്ളാഹു നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത്? നാ എന്നുള്ളത് പിന്നെ ബഹുവചന രൂപല്ലേ. അന എന്നല്ലേ എന്തിന് പറയാ ഏകവചനത്തിന്? അതിൻ്റെ പ്ലൂരലാണ് നഹനു. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇത് ന അല്ലേ? അത് എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത് ഖുർആനിൽ? പല സ്ഥലത്തും അങ്ങനെ കാണാം. എന്തുകൊണ്ടാ? എന്താ നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ഇല്ലേ? നാം അന എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദാത്താണ്. എന്നാൽ നഹ്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളായ എന്തൊക്കെ ഇസ്മുകളുണ്ടോ അത് മുഴുവനും, അള്ളാഹുവിൻ്റെ സിഫാത്തുകളായ എന്തൊക്കെ സിഫത്തുകളുണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ഇത്. അതുകൊണ്ടാണ് നാം. അപ്പം നാം എന്ന് പറയുമ്പോൾ റഹ്മാനായ അള്ളാഹു അല്ലേ, എല്ലാം കാണുന്ന അള്ളാഹു, എല്ലാം കേൾക്കുന്ന അള്ളാഹു, ഇങ്ങനെ അള്ളാഹ്ക്ക് എന്തൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങളൊക്കെ ഉദ്ദേശിക്കുമ്പോഴാണ് എന്തുപയോഗിക്കുക? നാ. അല്ലാതെ അള്ളാഹു ഒന്നിലധികം ഉണ്ടായതുകൊണ്ടാണോ? അല്ല, ആ നാമങ്ങൾ ഉദ്ദേശിക്കാനാണ് എന്തു പറയുന്നത്? അൻസൽന എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആനിൽ എവിടെ അങ്ങനെ തന്നെ. പിന്നെ ആയാത്തിൻ ഇനിയിപ്പോൾ നമ്മളെ മലയാള ഭാഷയിൽ നാം പറഞ്ഞു എന്ന് ഒരാൾ തന്നെ പറയല്ലേ, അതിൻ്റെ അർത്ഥം എന്താ? നാം പറഞ്ഞു എന്നുള്ളതിനെന്താ? എന്തിനാ അയാൾ അങ്ങനെ നാം പറഞ്ഞു എന്നൊക്കെ പറയുന്നത്? ബ്രാഹ്മണരൊക്കെ കാണാം അങ്ങനെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ബഹുമാനം മാത്രമല്ല, അയാൾ ഒരുപാട് തസ്തികയിൽ ഒരുപാട് പൊസിഷനിൽ അയാൾ ഉണ്ടാവും. അയാളായിരിക്കും അവിടുത്തെ നേതാവ്, രാഷ്ട്രീയ നേതാവ്, ആ പിന്നെ പള്ളീൻ്റെ സെക്രട്ടറി, അല്ലെങ്കിൽ ആ ഇന്നതിൻ്റെ സെക്രട്ടറി, ആ പഞ്ചായത്ത് എല്ലാം അയാൾക്കുണ്ടാവും. അപ്പം അതൊക്കെ പാടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, അയാളുടെ സ്ഥാനമാനങ്ങളൊക്കെ പാടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നാം എന്ന് പറയുന്നത് സാധാരണ. അതാണ് നമ്മൾ ബഹുമാനം എന്ന് പറയുന്നത്. ബഹുമാനാണെങ്കിലും അതിലെന്തുണ്ടാവും? പലതും കൂടി ചേർന്നിട്ടുണ്ടാവും. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സിഫാത്തുകളും അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ന എന്ന അൻസൽ ന എന്ന അള്ളാഹു തആല അവിടെ വിവരിച്ചിട്ടുള്ളത്. പിന്നെ പറയാം ആയാത്തിൻ എന്താ? ആയത്തിൻ്റെ ബഹുവചനാണ് ആയാത്തിൻ. ശരിക്ക് ഞാൻ ചായ കുടിച്ചു എന്നെങ്ങനെ അറബി ഭാഷയെ പറയാം? ഞാൻ ചായ കുടിച്ചു എന്നെങ്ങനെ പറയാം? ഇപ്പം നമ്മൾ പഠിക്കുന്ന ഭാഷയാണ് കേട്ടോ. ശരിബ്തു ചായ അല്ലേ? ഇവിടെ ശരിബ്തു പറഞ്ഞാരാ? ഞാൻ കുടിച്ചു. എന്തൊക്കെ ഉണ്ട് അതിൽ? ഫീലും ഫായിലും, വെർബുണ്ട്, അതിൻ്റെ സബ്ജക്റ്റും. ഇതെന്താ? ചായ ഒബ്ജക്റ്റ്, കർമ്മം അല്ലേ? ഈ കർമ്മത്തിന് അറബി ഭാഷയിൽ ഒരു നിയമമുണ്ട്. അതിനെന്തായിരിക്കും? നസ്ബ് ഉണ്ടാവും. ശരിബ്തു ഷായി എന്ന് പറയോ? ഇല്ല. ഷായു എന്ന് പറയോ? ഇല്ല. ഷായ എന്ന് തന്നെ പറയണം അല്ലേ? ശരിബ്തുൽ മാ എന്നോ മാ എന്നല്ല. ഞാൻ വെള്ളത്തെ കുടിച്ചു എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം അല്ലേ? ഞാൻ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ഞാൻ കുടിച്ചു. അപ്പോൾ അതിൻ്റെ മഫൂൽ എന്ന് പറയാം അറബിയിൽ, മഫൂലും ബി. അതിനെന്താണ്? നസ്ബ് ചെയ്യണം. ഇതാണ് നിയമം. ഇതേപോലെ ലഖദ് അൻസൽന, നാം അവതരിപ്പിച്ചു. എന്തിനെ? ആയാത്തെന്നല്ലേ പറയണ്ടേ അല്ലേ? നിയമപ്രകാരം അങ്ങനെയല്ലേ പറയണ്ടേ? പക്ഷെ ആയാത്തിൻ എന്തേ പറയാൻ കാരണം? എന്ത്? അല്ല, അറബി ഭാഷയിൽ ഒരു ഇതുണ്ട്, ജമ്മ് മുഅന്നസ് സാലിം എന്ന് പറയും. മുഅ്മിനത്ത് പറഞ്ഞാൽ എന്താ? ഒരു പെൺ, ഒരു വിശ്വാസി അല്ലേ? ഉമ്മി നാ തിന്നാ പറയാ. എന്താ കാരണം? ജന്മു അന്നസ് സാലിമിന് കെസ്ർ കൊണ്ടായിരിക്കും തൻവീൻ. അതുകൊണ്ട് ആ ഖുർആനിലൊക്കെ എന്ത് ചെയ്യണത്? ആയാത്തിൻ എന്ന പ്രയോഗം ഉപയോഗിക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ ലഖദ് അൻസൽന ആയാത്തിൻ. പിന്നെ പറയണ പദം ഏതാ? മുബയ്യിനാത്തിൻ. ചില ഖുർആനിൽ മുബയ്യി യാഇന് കെസ്ർ ഉണ്ടാവും, ചിലയിടത്ത് മുബയ്യ അങ്ങനെ ഉണ്ടാവും. രണ്ടും ചിലപ്പോൾ ഖുർആനിൽ കാണും. രണ്ട് ഖിറാത്തും ഉണ്ട്. എന്താ ഈ മുബയ്യിനാത്ത് അറിഞ്ഞ അർത്ഥം? മുബയ്യിനാത്ത്
ബയ്യന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബയ്യന, ബയ്യന. ബാന എന്ന് പറഞ്ഞ എന്താ? വ്യക്തമായി. ബയ്യന വ്യക്തമാക്കി. മുബയ്യൻ വ്യക്തമാക്കുന്നത്. മുബയ്യനത്ത് വ്യക്തമാക്കുന്ന, അല്ലേ? ആ പെണ്ണിൻ്റെ രൂപമാണ്. പിന്നെ മുബയ്യനാത്തിൻ വ്യക്തമാക്കുന്നവർ, ബഹുവചനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തിനെ ഇവിടെ വ്യക്താക്കണേ? അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? എന്തിനെ വ്യക്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആയാത്തിൻ മുബയ്യനാത്തിൻ, യാഥാർത്ഥ്യം, സത്യത്തെ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ആ സത്യം അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സത്യത്തെ വ്യക്തമാക്കി തരുന്ന ആയത്തുകൾ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പാർട്ട്. രണ്ടാമത്തെ പാർട്ട് വല്ലാഹു യഹ്ദി മൻ യശാ, അള്ളാഹു അവനുദ്ദേശിച്ചവരെ വഴി കാണിക്കുന്നു. എവിടേക്ക്? ഇലാ സിറാത്തി മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക്, സിറാത്തു മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നു, അല്ലെങ്കിൽ ഹിദായത്ത് നൽകുന്നു. ഇവിടെ ആയാത്തും മുബയ്യിനാത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല വിവരിച്ച് കാണാം. അതിൻ്റെ അർത്ഥം എത്ര രൂപത്തിലുള്ള ആയത്തുണ്ട് ഖുർആനിൽ? ഇതുവരെ ഇപ്പം എന്തൊക്കെ ആയത്തുകളാണ് പറഞ്ഞിരുന്നത്? ഇതുവരെ പറഞ്ഞൊക്കെ ആയത്തല്ലേ ആണ്. എന്തൊക്കെയാ ഇപ്പം ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ? എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് ആകാശം, ഭൂമി, രാപ്പകൽ, അല്ലേ? പിന്നെ ഇങ്ങനെ തുടങ്ങി മനുഷ്യരും ജന്തുക്കളും മറ്റു മൃഗങ്ങളുമൊക്കെ നടക്കുന്ന ആ ആയുധം, കാല്, പറവകൾ, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ആയത്തുകളാ. എന്തായത്തുകളാണ്? പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ. ആയാത്തുൻ കൗനിയ എന്ന് പറയും, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ആയത്തുണ്ട്. പിന്നെ ആയാത്തുൻ തെക്വീനിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരായത്തുണ്ട്. തെക്വീനിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ചരിത്രം പഠിക്കാനുള്ള പ്രേരണ. ഇപ്പം കുൽസീറൂ ഫിൽ അർദി ഫൻദുറൂ, നിങ്ങൾ ഭൂമിയിലൂടെ നടന്നു നോക്കി, എന്നിട്ട് നിങ്ങൾ നോക്കി കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് പലയിടത്തും, അല്ലേ? അപ്പം അതൊക്കെ തെക്വീനിയായ ആയത്തുകളാണ്. ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ചരിത്രത്തിലേക്ക് സൂചന നൽകുന്ന രൂപത്തിലാത്. മറ്റൊരായത്ത് ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെ, നമ്മൾ ആയത്ത് എന്ന് പറയുന്ന ആ ആയത്തുകൾ. അപ്പോൾ ഇതുവരെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറഞ്ഞു. ഇനി അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി പറയാണ്. അതുകൊണ്ടാണ് ലഖദ് അൻസൽന ആയാത്തിൻ മുബയ്യിനാത്തിൻ, യാഥാർത്ഥ്യം വ്യക്തമാക്കി തരുന്ന, സത്യത്തെ മനസ്സിലാക്കി തരുന്ന, വെളിവാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാദ്യമായിട്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിക്കുന്നത് ആർക്കാ? ആ കാലഘട്ടത്തെ മക്കായിലെ ഖുറൈശികൾക്കാണ്. അതിലാരുണ്ട്? ബഹുഭൂരിപക്ഷം മുശ്രിക്കുകളാണ്, അല്ലേ? അപ്പം ആ മുശ്രിക്കുകളായ അറബികൾക്കാണ് ഇത് ആദ്യമായിട്ട് ഓതിക്കേൽപ്പിച്ചു കൊടുക്കണം. അപ്പം അവരുടെ കാലഘട്ടത്തെ ആ വിശ്വാസം അത് ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്തേ ഖുർആനെ പറ്റി പറഞ്ഞത്? അത് ഖുറാഫാത്താണ്, പിന്നെ പുരാണ കഥകളാണ്, ഇങ്ങനെയുള്ള കെട്ടിച്ചമച്ചതാണ്. അതേപോലെ തന്നെ പിന്നെ ഈ ഖുർആൻ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള അവ്യക്തമായ ഗ്രന്ഥമാണ്, ആരാണിത് എഴുതിയതെന്നോ ആരാണിത് പഠിപ്പിച്ചതെന്നോ വ്യക്തമല്ല എന്നീ രൂപത്തിലുള്ള ഒരുപാട് സംശയങ്ങളാണ് ആ കാലഘട്ടത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരുടെ എല്ലാ അറിവുകളും, അറിവിൻ്റെ എന്തൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ ഉപയോഗിച്ചിട്ടും ഈ വിശുദ്ധ ഖുർആനിൽ തകർക്കാനോ അതിലൊരു വൈരുദ്ധ്യം കാണിക്കാനോ മുശ്രിക്കുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ആ മുശ്രിക്കുകളെ പിൻപറ്റിയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനിനെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ? വലൗ കാന മിൻ ഇന്ദി ഗൈരില്ലാ, ഇത് അള്ളാഹു അല്ലാത്തവരുടെ അടുത്ത് നിന്നാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ
കബീറ തന്നെയല്ലേ, കസീറ. ധാരാളം പിന്നെ വൈരുദ്ധ്യങ്ങൾ ഈ ഖുർആനിൽ അവർക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആയത്ത് പറഞ്ഞപ്പം മുബയ്യിനാത്തിൻ, എല്ലാം യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കി തരുന്ന രൂപത്തിലുള്ള ആയത്ത്. അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ വ്യക്തമാവോ? ഇല്ല. അപ്പോൾ വൈരുദ്ധ്യമില്ല, എല്ലാം ബയ്യിനാണ്, വാദി ആണ്, വളരെ സ്പഷ്ടമാണ് എന്നത് കാണിക്കാനാണ് അല്ലാഹു തആല ആ ആയത്ത് അവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊരു ആയത്ത് കാണാം, വലക്കത് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്തിൻ എന്ന് മറ്റൊരു സൂറത്ത് കാണാം. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖുൻ. മുഹമ്മദ് നബിയെ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വ്യക്തമായ ആയത്തുകൾ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ആയത്തുകൾ ധിക്കാരികളായ അധർമ്മകാരികളായ ആളുകളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല എന്ന് മറ്റിടത്തൊന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയാത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ തെളിവുകളാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ സ്വയമേ അത് സ്വന്തം തന്നെ വ്യക്തമായ ആയത്താണ്. അതിനെ വിശദീകരിച്ചു തരാൻ മറ്റൊരായത്തിൻ്റെ ആവശ്യവുമില്ല. ഓരോ ആയത്തും തന്നെ എന്താണ്, സ്വന്തം വ്യക്തമാണ് എന്നത് അത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ പഠിച്ചുപോയി, ഖുർആൻ ഒരു നൂറ് പോലെയാണ്. നൂറിൻ്റെ പ്രത്യേകത എന്താ? നൂറിനല്ല നൂറൊക്കെ നമ്മൾ പഠിച്ചില്ലേ? എന്താ ഈ നൂറിൻ്റെ പ്രത്യേകത എന്താ? അതിന് പ്രകാശം ഉണ്ടാവും, ആ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കും ചെയ്യും. അതാണ് നൂറ്. ആ പ്രകാശം ഉണ്ടാവും, ആ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കും ചെയ്യും. അതിനാണ് നൂറ് എന്ന് പറയുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന എന്ന് അല്ലാഹു തആല മറ്റിടത്ത് പറയുന്നുണ്ട്. ഈ നാം നബിയെ താങ്കൾക്ക് നാം ഇറക്കിത്തന്നു, നിങ്ങൾക്ക് നാം ഇറക്കിത്തന്നു എന്ത്? നൂറൻ മുബീന. നൂറൻ മുബീന, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരുന്ന ആ പ്രകാശമാകുന്ന ആ ഖുർആൻ. അപ്പം ആ ഖുർആൻ സ്വയം പ്രകാശമുള്ളതാണ്. അതോടൊപ്പം മറ്റുള്ളവർക്ക് ആ പ്രകാശം നൽകിക്കൊണ്ട് അവരെ വഴി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷേ അവിശ്വാസികളായ ആളുകൾ ഈ പ്രകാശത്തെ തടുക്കാനാണ് അവരുടെ ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടുള്ളത്, അല്ലേ? എന്നിട്ടും എത്ര കാലായി വിശുദ്ധ ഖുർആനിൻ്റെ മുഖം വിവർണമാക്കാൻ, അത് വികൃതമാക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, വൈരികൾ എത്ര കാലമായി ഒരുങ്ങണം. എന്നിട്ടിപ്പോൾ ഈ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഇല്ല. ഒലുവാണെങ്കിൽ ആ ചുട്ടുകരിക്കണുണ്ടാവും, പിന്നെ ആ ഖുർആനൊക്കെ പിടിച്ച് കാലുകൊണ്ട് ചവിട്ടി തമർപ്പുണ്ടാവും. എന്നിട്ട് ആ ഖുർആൻ നശിക്കുന്നുണ്ടോ? ആ ഖുർആനിൻ്റെ ഒരു കോപ്പി ഓൽക്ക് ചുട്ടുകരിക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ആ ഖുർആനിൻ്റെ ആശയം നശിപ്പിക്കാൻ, ജനമനസ്സുകളിൽ നിന്ന് അതിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത്, ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫി സുദൂരില്ലദീന ഊത്തുൽ ഇൽമ. ആ വിജ്ഞാനം നൽകപ്പെട്ടവരുടെ ആ സദറിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ ആയത്തുകളത്രേ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണത്? മനുഷ്യ മനസ്സുകളിൽ എന്തുണ്ട്? ആ ഖുർആനുണ്ട്. അതിനെ മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. പിന്നെ വമാ യജ്ഹദു ബി ആയാത്തിന ഇല്ലല്ലാലിമുൻ എന്ന് സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കാൻ പറ്റുക, അതില്ല എന്ന് പറയാൻ പറ്റുക ആർക്കേ ഉള്ളൂ? ളുൽമ ചെയ്യുന്ന ആ മുശ്രിക്കുകൾക്ക് മാത്രമാണ് എന്നതാണ് അല്ലാഹു തആല അവിടെയും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഈ ഖുർആനിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല തുടങ്ങിയത് തന്നെ വലഖദ്. അത്ര ആണയിട്ട് പറയാനുള്ള ആ കാരണം അതാണെന്നാണ്. നാം ആ രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ആണയിട്ട് പറയാനുള്ള കാരണം അതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഖുർആൻ ആയത്തുകളായി വ്യക്തമായ ആയത്തുകളായി അവതരിപ്പിക്കുന്നതിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ജനങ്ങൾക്ക് വഴികാട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ? ദുനിയാവിലും പരലോകത്തിലും ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന രൂപത്തിൽ, അവർക്ക് സൗഭാഗ്യം ലഭിക്കുന്ന രൂപത്തിൽ,
രക്ഷ ലഭിക്കുന്ന രൂപത്തിൽ ആ രക്ഷയിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കാനാണ് ഈ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ കേൾപ്പിക്കുമ്പോഴൊക്കെ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴൊക്കെ ആ ഖുർആനിനെ അവർ മാറ്റം വരുത്താൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നത് കാണാം. എന്തുകൊണ്ടാണത് മുശ്രിക്കുകൾ അങ്ങനെ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കാണാം, വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടണം എന്ന് വിശ്വാസമില്ലാത്ത ആളുകൾ പറയും. അഥവാ പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത് ഇഅ്തി ബി ഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ കൊണ്ടുവാജി, ഔ ബദിൽഹു, അല്ലെങ്കിൽ ആ ഖുർആനിലുള്ളതൊന്ന് ഭേദഗതി വരുത്തിക്കൊണ്ട് കൊണ്ടുവരൂ, എന്നാ ഞങ്ങൾ വിശ്വസിക്കാം എന്നാര് പറയും? മക്കായിലെ മുശ്രിക്കുകൾ പറയാണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ഈ ഖുർആൻ യാഥാർത്ഥ്യമാണ്, അത് ജനമനസ്സിൽ സ്വാധീനം വരുത്തുന്നുണ്ട്. ആ സ്വാധീനം വരുത്തുന്നത് ഇല്ലാതാക്കാം, അല്ലേ? അതിൽ മാറ്റം വരുത്തണം എന്നതാണ് ആരുടെ ആഗ്രഹം? മുശ്രിക്കുകളുടെ ആഗ്രഹം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ആഗ്രഹം. അപ്പം ആ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അവരുടെ മനസ്സിലുള്ള ആ വിശുദ്ധ ഖുർആനെ മാറ്റം വരുത്തണം എന്ന ആ ആശയമാണ് അവർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റം വരുത്തി ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല മുഹമ്മദ് നബിയോട് പറയാൻ പറയുന്നത് എന്താ? കുൽ, പറയുക പ്രവാചകരെ, മാ യകൂനുലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എൻ്റെ ഭാഗത്ത് നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് അതിനെ മാറ്റം വരുത്താനോ ഭേദഗതി വരുത്താനോ എനിക്ക് പറ്റൂല. ഇൻ അത്തബിയുല്ലാ മാ യൂഹാ ഇലയ്യ, എന്താണോ എനിക്ക് ബോധനം നൽകപ്പെട്ട് അത് പിൻപറ്റുക മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെന്താണ്? ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, ഞാനെങ്ങാനും അള്ളാഹുവിന് ധിക്കാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, ഞാൻ ധിക്കാരം പ്രവർത്തിക്കുന്ന പക്ഷം ഒരു ഗുരുതരമായ ദിവസത്തെ, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നവരോട് പറയുക. അപ്പോൾ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. ഏത് കാലഘട്ടത്തും ഇസ്ലാമിൻ്റെ വൈരികളായ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകളുടെ ആഗ്രഹവും മോഹവും ഈ ഖുർആനിലുള്ളതൊന്ന് മാറ്റം വരുത്തണം, ഒരു തബ്ദീൽ വേണം, ഒരു ചേഞ്ച് വേണം, ഭേദഗതി വേണം എന്ന് അന്നും ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ വേണ്ടി അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഫഖദ് ലബിസ്തു ഫീകും ഉംറ, ഒരു ജീവിത കാലത്തോളം, ഒരു ആയുസ് കാലഘട്ടത്തോളം ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നില്ലേ? മിൻ കബലി, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, എന്നാൽ 40 വയസ്സ് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. അഫലാ തഅക്കിലൂൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. അന്നൊക്കെ നിങ്ങൾ വലിയ വിശ്വസ്തൻ എന്നല്ലേ എന്നെ വിളിച്ചിരുന്നത്, ഇന്ന് എന്താ അപ്പം നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് മാറ്റം വരുത്താൻ എന്ന് പറയാൻ എന്താണ് അതിന് ന്യായമുള്ളത് എന്നതാണ് ആ പദത്തിൽ, ആ ആയത്തിലുമുള്ളത്. ഇനി മറ്റ് ചിലപ്പോൾ അവിശ്വാസികളായ ആളുകൾ ആയുധമാക്കുന്നത് ഈ വിശുദ്ധ ഖുർആനിൻ്റെ തെളിവുകളൊക്കെ വളരെ അസാധുവായ, വളരെ മൂല്യം കുറഞ്ഞ തെളിവുകളാണ് ഖുർആൻ കൊണ്ടുവരുന്നതൊക്കെ എന്നാണ് അവർ പറയാറുള്ളത്. അതിനവർ ഒന്ന് പറയാം, മൂല്യം കുറഞ്ഞ തെളിവ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത, ശരിക്കൊരു ഇതില്ലാത്ത തെളിവ് എന്ന് പറയാൻ കാരണം എന്താ? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകളൊക്കെ ഏത് രൂപത്തിലുള്ളവരായിരുന്നു? മിസ്കീന്മാരായിരുന്നു, പാവങ്ങളായിരുന്നു, അല്ലേ? മുശ്രിക്കുകളോ, അവർ വമ്പന്മാർ, വലിയ ധനാഢ്യർ, നാട്ടിലെ പ്രമാണിമാർ, പ്രമുഖർ, അവർ വലിയ സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെയാണ് ആ ആളുകളൊക്കെ. മുഹമ്മദ് നബിയെ പിൻപറ്റിയോ വരോ ആ സമൂഹത്തിലെ വളരെ ഫുഖറാക്കളായ ദരിദ്രന്മാരായ. ഇത് വെച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു ഇഞ്ഞു കൊണ്ടുവന്ന ഈ ഖുർആനൊന്നും വ്യക്തമായ ഒരു തെളിവല്ല, ആയാത്തും ബയ്യിനാത്തല്ല. ആയാത്തും ബയ്യിനാത്താണെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കൂലേ? നേതാക്കളൊക്കെ എൻ്റെ കൂടെ കൂടൂലെ മുഹമ്മദേ എന്നാണ് അതിലുള്ള ആശയം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, സമ്പത്തോ സമ്പത്ത്, അല്ലെങ്കിൽ സുഖലോലുപത, അല്ലെങ്കിൽ സംഘബലം, അല്ലേ, ആൾബലം,
ഇതൊക്കെയാണ് അവര് ഭാഗ്യത്തിന്റെയും ഉന്നതിയുടെയും അടയാളമായി എണ്ണിയിരുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു നോക്കുങ്ങള്. വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, അവർക്ക് നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു, അവിശ്വാസികളായ ആളുകൾ വിശ്വാസികളായ ആളുകളോട് പറയും അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമ വ അഹ്സനു നദിയ. ഇപ്പോ നമ്മൾ ഈ രണ്ട് കൂട്ടരിൽ ആരാണ് മികച്ച സ്ഥാനത്തുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റിയ ആളുകളാണോ, അതല്ല ഞങ്ങളാണോ? വ അഹ്സനു നദിയ, ആരാണ് ഏറ്റവും വലിയ സംഘബലമുള്ളവർ? അതൊക്കെ മുശ്രിക്കുകൾ. അപ്പൊ ഈ ന്യായം പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? വിശുദ്ധ ഖുർആൻ ആ വ്യക്തമായ ആയത്തുകളല്ല, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ തന്ത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ഇന്നും അത് തന്നെയാണ് ചെയ്യണത്. ഇന്നും എന്താണ്? ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയണ കാണാം, ഏതെങ്കിലും അറബ്യൻ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചണോ എന്നൊക്കെ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വയലറി അല്ലേ? വിമാനം കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ ഓലാരെങ്കിലും ബഹിരാകാശ യാത്ര നടത്തിയോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോന്ന് വിട്ടിട്ട് എന്താ മുസ്ലിം രാജ്യവും മുസ്ലിങ്ങളും ഇപ്പോഴും അധോഗതിയിലാണ് എന്ന് ആളുകളെ പറഞ്ഞു വരുത്തിയിട്ട് എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയാത്തുൻ മുബയ്യിനാത്ത് എന്ന് പറയുന്ന ആ സത്യത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ പറയുന്നവരാണ് അന്നും ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നുള്ളതാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നൂഹ് നബിയോട് പറയുന്നുണ്ടല്ലോ, വമാ നറാക തബഅക ഇല്ലല്ലദീനഹും അറാദിലുന, നിന്നെ പിൻപറ്റിയവരൊക്കെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരാണ്, അല്ലെങ്കിൽ താഴ്ന്ന ആളുകളാണ്, ഫുഖറാക്കളാണ് എന്ന് നൂഹ് നബിയോട് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ദൈവനിഷേധികളായ ആളുകളൊക്കെ പറയുന്നത്. ഈ ഖുർആനും ഇസ്ലാമുമായിട്ട് നടന്നാൽ നിങ്ങൾക്കൊരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകാൻ പോണില്ല, നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാകാൻ പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും ആളുകളെ അവർ തടയുന്നത് എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ ദുനിയാവിൽ കുറേ സമ്പത്ത് കിട്ടുക, ദുനിയാവിൽ കുറേ സ്ഥാനം കിട്ടുക, ദുനിയാവിൽ കുറേ വിശാലത ഐശ്വര്യം കിട്ടുക, ഇതൊന്നുമല്ല ഒരാളുടെ പുരോഗതിയുടെ തെളിവായിട്ടുള്ളത്. അതല്ല എവിടെങ്കിലും ആരെങ്കിലും കുറേ സമ്പത്തുള്ളതാണ് പുരോഗതി എന്ന് അറിയണ്ടോ? അതൊന്നുമല്ല. അറിവുണ്ടാവുക, ആ അറിവ് മൂലം എന്തിനാണോ അറിവ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത് ആ അറിവ് മൂലം അള്ളാഹുവിനെ കണ്ടെത്തുക, അതാണ് ഏറ്റവും വലിയ മഹാൻ. ഏറ്റവും വലിയ മഹാൻ ആദരിക്കപ്പെടുന്നവൻ അവനാണ്. അറിവ് തേടുക, ആ അറിവ് മൂലം അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന നോക്കുങ്ങൾ, വല്ലദീന കദ്ദബൂ, അവിശ്വാസികളായ ആളുകൾ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്ന ആളുകൾ, നസ്തദിരിജുഹും, അവരെ നാം പടിപടിയായി പിടികൂടും എന്നാണ്. മിൻ ഹൈസുലായാലും, അവരറിയാത്ത രൂപത്തിൽ. നോക്കൂ നിങ്ങൾ, ലോകത്ത് വന്നിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായ കൊലവൻപന്മാരെയൊക്കെ ആ ചരിത്രം ഇങ്ങനെ ഓരോന്ന് മണിമണിയായിട്ട് മാലമണി പോലെ ഇങ്ങോട്ട് എടുത്തു നോക്കി നിങ്ങൾ, ഒക്കെ അള്ളാഹു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തുന്നതാണ്. ഏറ്റവും വലിയ കൊലവമ്പനല്ലേ അബൂലഹബ്, അബുജാഹിലൊക്കെ അല്ലേ? സമ്പത്തിന്റെ പേരിലും ആൾഫലത്തിന്റെ പേരിലും സംഘത്തിന്റെ പേരിലും നാട്ടിലെ പൗരപ്രമുഖൻ എന്ന അടിസ്ഥാനത്തിലുമൊക്കെ വലിയ ആള്, ഒരുപാട് അനുയായി വൃന്ദങ്ങളും ഒരുപാട് സ്നേഹിതന്മാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എവിടെ അവരൊക്കെ? ഇന്ന് ആരെങ്കിലും അവർ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ആലോചിച്ച് നോക്കുങ്ങൾ. എന്നാ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടി ഖന്തക്ക് യുദ്ധത്തിൽ ആ നബി അള്ളാഹു തആല പറഞ്ഞ ആ പണിയെടുത്ത ആ ഖന്തക്ക് കുഴിച്ച ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഇന്നും ലോകത്തും എത്ര വർഷം കഴിഞ്ഞു നോക്കി നിങ്ങൾ, എത്ര വർഷം കഴിഞ്ഞു? 1400-ലധികം വർഷങ്ങൾ. ഇന്നും അന്നത്തേക്കാൾ കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കപ്പെടുകയാണ്. ഈ വിശുദ്ധ ഖുർആനിന് അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് പഠനം നടക്കുകയാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? മുസ്ലിങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ വൈരികൾ പോലും ഈ വിശുദ്ധ ഖുർആൻ ഇന്ന് പഠന വിധേയമാക്കുകയാണ്. ഏത് സ്റ്റേജ് എത്തിയാലും ആകെ എതിർക്കാനുള്ളത് എന്തേ ഉണ്ടാവുള്ളൂ ലോകത്ത്?
ഇസ്ലാമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കി, ആര് സ്റ്റേജ് എത്തി പറഞ്ഞാലും അത് മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, പിന്നെ ഉള്ളവൻ ദൈവവിശ്വാസിയാവട്ടെ ദൈവവിശ്വാസമില്ലാത്തവനാവട്ടെ, ഇവരൊക്കെ പറഞ്ഞാൽ ആകെ രത്ന തുക എന്തായിരിക്കും? ഇസ്ലാമായിരിക്കും വിശ്വാസം, അല്ല ഇസ്ലാമായിരിക്കും എന്ത് പറയാനുള്ള പ്രതിപാദ്യ വിഷയം. ആലോചിച്ച് നോക്കുങ്ങള് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണത്? ആ ഇസ്ലാമിന്റെ പ്രശസ്തിയാണത്. ആയാത് ലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്തിൻ എന്ന് അള്ളാഹു വെറുതെ പറഞ്ഞതല്ല, സത്യത്തെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ആ സത്യത്തെ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അന്ന് അവതരിപ്പിച്ചെന്ന് നിർത്തുന്നില്ല, ആ സത്യം ഇന്നും ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്മ ഫാഇൽ രൂപത്തിൽ അല്ലാഹു തആല ആ പദം അവിടെ കൊണ്ടുവന്നത്. സത്യത്തെ വ്യക്തമാക്കുക എന്ന് പറയണമെങ്കിൽ യുബയ്യിനുൽ ഹക്ക എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ ആയാത്തിൻ മുബയ്യിനാത്തിൻ, സത്യത്തെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിൽക്കണില്ല. ആ രൂപത്തിലുള്ള ആയത്തുകൾ ഉണ്ട്, നാം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു അവരുടെ വാദം, പിന്നെ ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം, ഇത് ആയാത്തും മുബയ്യിനാത്താണ് എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പിന്നെ പറഞ്ഞാൽ അവർ വാദിക്കുക പിന്നെ ഈ ഖുർആനൊക്കെ വ്യാജമാണ്, അതൊക്കെ മായാജാലമാണ് എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർ ഖുർആനിനെതിരെ നേരിടും അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഖാലു, അവരുടെ മറുപടി എന്താ? മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅ്ബുദു ആബാഉക്കും, ഞങ്ങളെ വാപ്പപ്പന്മാർ എന്തൊരു കാര്യത്തെ ആരാധിച്ചിരുന്നോ അതിന് തടയിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് മുഹമ്മദ് നബി അല്ലേ? ഞങ്ങളെ വാപ്പമാരെന്താ ചെയ്യുന്നത്, അതിന് തടയിടുന്ന പണിയാണ് ആർക്ക്? മുഹമ്മദ് നബി. വഖാലു, എന്നിട്ട് അവർ പറയും മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ, മുഹമ്മദ് നബി പറയുന്ന ഈ ഖുർആനൊക്കെ കറ്റികെട്ടി ഉണ്ടാക്കിയ കള്ളം, വ്യാജം മാത്രമാണ് എന്ന് അവർ പറയും. വഖാലല്ലദീന കഫറൂ ലിൽ ഹഖ്ഖി ലമ്മാ ജാഅകും, ഈ സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ, വിശുദ്ധ ഖുർആനാകുന്ന ആയാത്തുൻ മുബയ്യിനാത്ത്, ഈ സത്യം അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞെന്താ? ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ മായാജാലം തന്നെയാണ് എന്നാണ് ഈ ആയത്തുകളൊക്കെ വന്നെത്തിയപ്പോൾ അവർ. അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ കാര്യമാണ് ആര് പറയണത്? ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയണത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഇതിനേക്കാൾ അതിശയോക്തി എന്താ? അവർ പൂർവിക പിതാക്കൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയാം അല്ലേ? ആ പൂർവിക പിതാക്കളെ കൊണ്ടുവന്നാൽ ഞങ്ങളെ മരിച്ചുപോയ ബാപ്പപ്പന്മാരെ ഇപ്പം കെട്ടി ജീവിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയുന്ന മുശ്രിക്കുകളുണ്ടായിരുന്നു. വഇദാ തുത്ല അലൈഹിം ആയാത്തിന ബയ്യിനാത്തിൻ മാ കാന ഹുജ്ജത്തുഹും ഇല്ലാ അൻ ഖാലൂ ഉതൂ ബിആബാഇന, വ്യക്തമായ നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ന്യായവാദം എന്താ? ഞങ്ങളെ മരിച്ചുപോയ വാപ്പപ്പന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരി, ജീവിപ്പിക്ക്, ഞങ്ങൾ വിശ്വസിക്കാം. ഇൻ കുൻതും സാദിഖീൻ, ജി പറയുന്ന ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങളെ പൂർവിക പിതാക്കന്മാരെ ജീവിപ്പിച്ച് കാണിച്ചുകൊണ്ടാ അല്ലേ? ആ മരിച്ചുപോയ ആ വാപ്പമാരെ വീണ്ടും ജീവിപ്പിച്ച് കാണിച്ചുകൊണ്ടാ എന്ന് അവർ പറയുന്ന, അങ്ങനെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്താറ്റോല് വിശ്വസിക്കാൻ പോണ്ടോ? ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ, പിന്നെ അതിനോട് വെറുപ്പ് കാണിക്കുന്ന, അതിനോട് പിന്തിരിപ്പൻ സമീപനം കാണിക്കുന്ന ആളുകളൊക്കെ, അവരൊക്കെ ഈ ആയത്തുകളും തെളിവുകളും ഒക്കെ വ്യക്തമാക്കി കൊടുത്താൽ പിന്നെ അവരെന്ത് ചെയ്യും? ഒരു കാര്യം ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുത്താൽ വേഗം അവർ ഉനുഫ് എന്ന് പറയും, അക്രമത്തിലേക്ക് തുനിയും അല്ലേ? സത്യം ജയിച്ച് അസത്യം തോറ്റാൽ ഇതാണ് സത്യം എന്ന് വ്യക്തമാക്കി കൊടുത്താൽ പിന്നെ ശത്രുക്കളെ ഏതിലേക്കാ തിരിയാ? വേഗം കല്ലെടുത്തെറിയും, അക്രമം ഉണ്ടാക്കും, കച്ചറ ഉണ്ടാക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം നടന്നത്. ഇതന്നെയല്ലേ എന്നും നടക്കണത് അല്ലേ? സംവാദങ്ങളൊക്കെ എടുത്തു നോക്കി നിങ്ങൾ. ഇന്നതാ സത്യം എന്ന് പറഞ്ഞാൽ അടുത്ത് വരും കൂക്ക്, പിന്നെ വരും ഇവിടുന്ന് ഏർ കാണൂല അല്ലേ? ആകട് ഇത് കൊളാക്കും. ഇത് എന്താണ്? അന്നും ഇന്നുമുള്ള ഒരു രീതിയാണ് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ കച്ചറ ഉണ്ടാക്കുന്നത്? കച്ചറ ഉണ്ടാക്കി തോറ്റു എന്നതിൻ്റെ അടയാളമാണ്.
അതാണ് വിശുദ്ധ ഖുർആൻ അത് പറയുന്നത്. വൈദാ തുത്ലാ അലൈഹിം ആയാത്തിനാ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ പിന്നെന്ത് ചെയ്യും? ആ ഖുർആനിൻ്റെ അതിനെ എതിർക്കല്ല അവർ ചെയ്യുക, പിന്നെ അക്രമത്തിലേക്ക് തുനിയാണ് ചെയ്യുക എന്നുള്ള. എങ്ങനെ അക്രമത്തിലേക്ക് തുനിയ? ഒരു പക്ഷേ ആ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അവർ പിന്നെ കച്ചറാക്കും, അല്ലെങ്കിൽ പള്ളികൾ തകർക്കും, അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്ന അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തകർക്കും. ഇതൊക്കെ ഈ അന്നും ഇന്നും ഉള്ള ചൈതികളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിലോ വിശുദ്ധ ഖുർആനിനെ അശുദ്ധമാക്കും, അതിനെ വലിച്ചു കീറി ചവിട്ടി മെതിച്ച് അല്ലെങ്കിൽ കത്തിക്കരിക്കണ രൂപത്തിലൊക്കെ ഉണ്ടാക്കണ പല കാർട്ടൂണുകളൊക്കെ വരച്ചിട്ട് ആ രൂപത്തിൽ അതിനെ വികൃതമാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ തോറ്റു എന്നതിൻ്റെ അടയാളമാണ് എന്നുള്ള. ഇത് ചരിത്രം പരിശോധിച്ചാൽ കാലാന്തരങ്ങളിലൂടെ കാണാൻ പറ്റും. ഓരോ സ്റ്റേജ്, ഇപ്പോൾ കുരിശ് യുദ്ധക്കാർ ഓലെന്തേ ചെയ്തിരുന്നത്? ഇസ്ലാമിൻ്റെ എല്ലാ തെളിവുകൾ നിലനിൽക്കുന്ന പള്ളികൾ തകർക്കുക അല്ലേ? ആദ്യം അവർ ചെയ്തിരുന്നത് പള്ളികൾ തകർക്കാണ്. പിന്നെ താത്താരികൾ, അതേപോലെ തന്നെ ഷിയൂഈൻ കമ്മ്യൂണിസ്റ്റുകാർ, ഇവരൊക്കെ ഏതൊരു കാലഘട്ടത്തും അവരവരുടെ ചെയ്തിരുന്നത് ഈ ദീനിനെ നശിപ്പിക്കാനുള്ള അതിൻ്റെ സ്ഥാപനങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, അതൊക്കെ തകർക്കലായിരുന്നു. ഇന്നും നമ്മളറിയാതെ ബാത്തിനിയൂൻ എന്ന് പറയുന്ന ഷിയ വിഭാഗത്തിൽ ഒരുപാട് വിഭാഗമുണ്ട്. ബാത്തിനി എന്നാണ് അവർക്ക് ചരിത്രത്തിൽ പറയാം. അപ്പം ഈ ബാത്തിനികൾ എന്താ ചെയ്യണത്? ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരെ ആസൂത്രിതമായി കൊല ചെയ്യുക, അതിൻ്റെ സ്ഥാപനങ്ങളെ ആസൂത്രിതമായി തകർക്കുക. പിന്നെ ആ രൂപത്തിൽ ഇന്നത്തെ കപടവിശ്വാസികളൊക്കെ ഈ ബാത്തിനികളുടെ കൂടെയാണ് കൂടുക ഇല്ലേ? അങ്ങനെ ഇസ്ലാമിനെ എതിർക്കുക, ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ മുഖേന ആ ഇസ്ലാമിൻ്റെ നേതാക്കളെയും അതിൻ്റെ സ്ഥാപനങ്ങളെയൊക്കെ വകവരുത്തും. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തുൻ തഅരിഫു ഫീ വുജൂഹിൽ ലദീന കഫറുൽ മുൻകർ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ മുഖത്ത് ഒരു അനിഷ്ടം, ഒരു മുൻകർ, ഒരു വെറുപ്പ് നിനക്ക് പ്രകടമായി കാണാമെന്നാണ്. എത്രത്തോളം യകാദൂന യസ്തൂന ബില്ലദീന യത്ലൂന അലൈഹിം ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യാൻ വരെ അവർ ശ്രമിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ അല്ലേ? കയ്യേറ്റം ചെയ്യാൻ വരെ യകാദൂന യസ്തൂനാണ്, എന്നാൽ കയ്യേറ്റം വരെ ചെയ്യാൻ അവർ ശ്രമിക്കും. അപ്പോൾ ഈ രൂപത്തിലുള്ള ലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്തിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സത്യം വളരെ വ്യക്തമാണ്. ആ സത്യത്തിൻ്റെ എതിരാളികൾ ഏത് കാലഘട്ടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ് ആ ആയത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു വശം. ഇനി ആലോചിച്ച് നോക്കുങ്ങൾ, അടുത്ത ആയത്ത് എന്താ പറയുന്നത്? വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം അല്ലേ? അള്ളാഹു അവനുദ്ദേശിച്ചവരെ എന്ത് ചെയ്യും? നേർമാർഗത്തിലാക്കും. എവിടേക്ക്? ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പം ഇന്നൊരു നിങ്ങൾക്കൊരു സംശയം വരില്ലേ? അള്ളാഹ് നേരത്തെ തീരുമാനിച്ചുകൊണ്ടല്ലേ കുറേ ആൾക്ക് ഹിദായത്തും കുറേ ആൾക്ക് ഹിദായത്ത് കിട്ടാത്തതും? നിങ്ങളുടെ അഭിപ്രായം എന്താ? അള്ളാഹ് തീരുമാനിച്ചുകൊണ്ടല്ലേ? ആണോ അല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സംശയമല്ലേ ഇങ്ങനെയൊക്കെ? ഉണ്ടോ? അള്ളാഹ് ഞാൻ ഇപ്പം നരകത്തിലേക്ക് പോകണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ നരകത്തിൽ പോണേ. അള്ളാഹ്ക്ക് അറിയില്ലേ ഞാൻ എവിടുക്കാ പോണെന്ന്? അറിയില്ലേ? അള്ളാഹ്ക്കറിയും അല്ലേ? പിന്നെ ഇപ്പം എന്തിനാ ഇപ്പം എന്നെ കള്ളുടിയനാക്കിയത്, കള്ളു വിൽപ്പനക്കാരനാക്കിയത്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് എന്ത് നൽകിയിട്ടുണ്ട്? ഇഖ്തിയാർ എന്നത് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ മനുഷ്യൻ എവിടേക്കാണെന്ന് പോകുന്നതെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു മേശ അല്ലേ? മേശയാണ് കേട്ടോ. ഒരു ഉറുമ്പ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു ഉറുമ്പ് അല്ലേ? ആ ഉറുമ്പ് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പം ഇവിടെ നിന്ന് പോയ
ഒരു ഇവിടെ എത്തിയാൽ ഗർത്താണെന്ന് ആർക്കറിയാം? ഉറുമ്പിനറിയോ? ഉറുമ്പിനറിയോ? മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ഉറുമ്പിനറിയോ? ഇപ്പൊ ഈ മേശയിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടുന്ന് ഇങ്ങനെ നോക്കണ ഉറുമ്പിന് ഇവിടെ എന്താന്ന് അറിയോ? ഇല്ല അല്ലേ? എന്നാ നമുക്കറിയില്ലേ ഉറുമ്പ് ഇങ്ങനെ പോണ്ട് അവിടെ വന്ന് അപ്പ ചാടും എന്ന് നമുക്കറിയില്ലേ? അറിയും അല്ലേ? അപ്പം ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂരത്തുള്ള പിന്നെന്താണ് എന്നുള്ള ഭാവി ആർക്കറിയില്ല? ഉറുമ്പിനറിയോ? അറിയില്ല അല്ലേ? എന്നാൽ അതേ കാര്യം തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ഉറുമ്പ് ചാടാൻ പോണത് തീ കുണ്ടാരത്തിലേക്കാണ് നമുക്കറിയാം അല്ലേ? അല്ലേ? അപ്പം നമുക്കത് ഭാവിയല്ല. ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയാണ്. നമുക്ക് ഭാവിയാണോ അത്? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തീ കുണ്ടാരുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഭാവിയല്ല, നമ്മൾ കാണുന്നുണ്ട്, ആ പ്രസന്റ് ആണ് അല്ലേ? ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തീ കുണ്ടാരം കാണുന്നില്ല, ആ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയാണ് അല്ലേ? എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുകയാണ്. ഭാവി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടോ? ഇല്ല. ഭാവി ആർക്കുള്ളത്? മനുഷ്യനാണ്. ഭാവി മനുഷ്യനാണ് അല്ലേ? അല്ലെങ്കിൽ മനുഷ്യൻ കാണുന്നത്രയും ചിലപ്പോൾ ജന്തുക്കൾ കാണൂല. ഇവിടെ ഇപ്പോൾ ഒരു വലിയ മൂർഖൻ പാമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ അതിന് വല വെച്ചിന്, ആ മൂർഖൻ പാമ്പിനെ അറിയോ? ഇല്ല. അവിടെ ചൂണ്ടയിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാ മനുഷ്യന് ചിലപ്പം അവിടെ നോക്കുമ്പോൾ അറിയും. അപ്പം അതിനേക്കാൾ അറിയുന്നവനാണ് ആര്? മനുഷ്യൻ. ആ മനുഷ്യൻ്റെയും ഭാവി അറിയുന്നവനാണ് ആര്? അള്ളാഹു. എന്നാ ഞാനിങ്ങനെ നടന്ന് പോയി മുകളിലൂടെ പറക്കണ ഒരു പക്ഷിക്ക് അറിയൂലേ ആ ചങ്ങായി ഇപ്പം ആ കൊണ്ടുപോയി ചാടും കണ്ണാണ് അതെന്നില്ലേ, ആ കിണറ്റി ചാടും എന്നറിയില്ലേ? ആ പക്ഷിക്ക് അറിയും. കാരണം അതിൻ്റെ അറിവിൻ്റെ വിശാലത കുറച്ചുകൂടി ഇതാണ് അല്ലേ? എങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ പക്ഷികളെയും എല്ലാം അറിയുന്ന എല്ലാ അറിവാളന്മാരുടെയും അതിൻ്റെ മുമ്പിലുള്ളതൊക്കെ അറിയുന്നവനാണ് ആര്? അള്ളാഹു. അപ്പം മനുഷ്യന് അള്ളാഹു ഇഖ്തിയാർ, ചോയ്സ് നൽകിയപ്പോൾ അവന് ഇഷ്ടം കൊടുത്തേക്ക, അവന് മുന്നോട്ട് നേരെ പോവാം, സിറാത്ത് മുസ്തഖീമിലേക്ക് പോവാം, അതല്ല ചെന്നിച്ചിതറി വേണ്ടാത്തയിടത്തേക്കും പോവാം അല്ലേ? അവൻ ചോയ്സ് കൊടുത്തേക്ക. അതുകൊണ്ടാ എന്തിനാ ചോയ്സ് കൊടുത്ത്? എന്തിനാ ചോയ്സ് കൊടുത്ത്? ചോയ്സ് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കും നിങ്ങൾ, നരകം സ്വർഗം വേണോ? നരകം സ്വർഗം വേണോ? ആ ചോയ്സാണ് ആ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും മാനദണ്ഡം. ഈ ചോയ്സ് കൊടുത്തിട്ട് നേരെ നടക്കുന്നുണ്ടെങ്കിൽ ഓന് സ്വർഗം, നേരെ നടക്കണില്ലേ ഓന് നരകം. അപ്പം ആ ചോയ്സാണ്, ആ ഇഖ്തിയാറാണ് അള്ളാഹു താല നരകവും സ്വർഗവും അവനെ അള്ളാഹു താല സൃഷ്ടിച്ചു വെക്കാൻ കാരണം അല്ലേ? നേരെ വിശ്വാസമനുസരിച്ച് സിറാത്തുൽ മുസ്തഖീമിലേക്കാൻ പോകണമെങ്കിൽ അപ്പം ഓൻ എങ്ങനെ പോകുന്നു അത് തീരുമാനിക്കണത്. ഇപ്പം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തു പോവാ, നിങ്ങളെ സമയമില്ലേ? ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തു പോവാ. ഡ്രൈവ് ചെയ്തു പോയപ്പം ഇവിടെ ഉണ്ട് പാലത്തിന് വേണ്ടി കുയ്യുവെച്ചണ്. ഞാൻ നേരെ അവിടെ വിട്ട്, ഞാൻ പിന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഇങ്ങോട്ട് പോയാൽ നേരെ പോവാ, ഇങ്ങോട്ട് പോയാലോ അപകടമാണ്, കാവനൂർക്കല്ല, അപകടമാണ് എന്ന് ആർക്കറിയാം? ആർക്കറിയാം? നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഞാനെന്ത് ചെയ്യും? ഞാൻ നേരെ ഈ കമ്പനിക്കാർ സ്റ്റാറിങ് ഉണ്ടാക്കിയിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയി അപകടത്തിൽ വിട്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ? അപ്പം നോക്കി നിങ്ങൾ, അപ്പം ഈ സ്റ്റാറിങ് ആണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല നമുക്ക് നൽകിയത്. നമ്മളാണ് അങ്ങോട്ട് തിരിച്ച് നരകത്തിലേക്ക് എത്തുന്നത് അല്ലേ? അത് അള്ളാഹ് ഇഖ്തിയാർ നൽകിയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ സ്റ്റാറിങ് എന്തിനാ? നേരെ പോവാനാ നൽകിയത്. അത് ഞാൻ നേരെ വിലങ്ങനെ തിരിച്ചാലോ അപകടത്തിൽ പെടും അല്ലേ? അപ്പം എങ്ങനെയാണത്? നമ്മുടെയൊക്കെ ഭാവി അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് അള്ളാഹു തആല വല്ലാഹു യഹ്ദി മൻ യശാ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കണ അള്ളാഹ് വെച്ചിരിക്കണ കുറേ ആളുകൾ നരകത്തിലും കുറേ, അങ്ങനെയല്ല അതിൻ്റെത്. അങ്ങനെ നമ്മൾ ആ തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ആയത്ത് നമുക്ക് കൺഫ്യൂഷനാവും. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കണത്. ഈ വണ്ടിൻ്റെ സംഗതി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സ്റ്റാറിങ് എന്തിനാ കമ്പനി ഉണ്ടാക്കിയത്? നേരെ പോവാനാണ്. എന്തിനാ ഇഖ്തിയാർ നൽകിയത്? നേരെ സ്വർഗത്തിലേക്ക് പോകാനാണ്. അവ എവിടിച്ചായിട്ട് ഞാൻ മറ്റൊരുത്ത് കള്ളച്ചോടം ചെയ്യാൻ പോയാൽ, കള്ള് കയറ്റാൻ പോയാലോ കഴിഞ്ഞ് അല്ലേ? ആലോചിച്ചോക്കൂ. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തി മുസ്തഖീം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം.
അല്ലേ?